മേരി, മേരിയെ, ദാ വച്ചോ. ഞാൻ തന്നതെല്ലാം സ്വരുക്കൂട്ടി വച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഓ, ഇപ്പോഴൊന്നും അവളെ കെട്ടിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. അടമഴയത്ത് കഞ്ഞി ഉപ്പും കഴിക്കാൻ ഒരു വള്ളവും വലയും വാങ്ങാമായിരുന്നു. അതിന് ഉയരോടെ ഞാനിവിടെ ഇല്ലേടി. ആദ്യം ഞാൻ എൻ്റെ തങ്കത്തിനെ ഒന്ന് കെട്ടിച്ചോട്ടെ. എൻ്റെ ഒരു കിനാവാണത്. അന്തോണി ഞായറാഴ്ചകൾ പോലും പള്ളി വരുന്നില്ലല്ലോ. കടാപ്പുറം വറുതിയിലാണച്ചോ. ആഴ്ചയിൽ ഒരിക്കൽ അരമണിക്കൂർ ഒന്ന് കുമ്പിടാൻ സമയം കിട്ടാതായി അല്ലേ അന്തോണി? അത് ജന്മം കൊണ്ട് ക്രിസ്ത്യാനിയാവില്ല അന്തോണി. സദ്വൃത്തിയും കർമ്മവും ഉണ്ടാകണം. അതിനാണല്ലോ മാമോദിസ. അത് പിന്നെ മത്സ്യഫെഡിൻ്റെ അപകട ഇൻഷുറൻസിൻ്റെ പണം ചോദിക്കുമെന്നുള്ള ഭയം കൊണ്ടാണച്ചോ അച്ഛനെ കാണുമ്പോൾ ഞാൻ വഴിമാറി നടക്കുന്നത്. വർഷത്തിലൊരിക്കൽ 590 രൂപ മാറ്റി വയ്ക്കാൻ കഴിയില്ലേ അന്തോണി? അച്ഛനെ ഏൽപ്പിച്ച ഇൻഷുറൻസ് ഫാറം ഉടനെ എന്നെ പൂരിപ്പിച്ച് മകളുടെ കൊടുക്കാൻ അച്ചോ. ഇതെത്രാമത്തെ പ്രാവശ്യമാ ഞാൻ അപേക്ഷാ ഫാറം തന്നതെന്ന് ഓർമ്മയുണ്ടോ? 3 മത്സ്യഫെഡിൻ്റെ അപകട ഇൻഷുറൻസ് തുക ഞാൻ അടച്ചുകൊള്ളാം. ഇതിലൊന്ന് ഒപ്പിട്ടതാ.
മരിച്ചവർ പോയില്ലേ, ഇങ്ങനെ ഇതും പറഞ്ഞ് ആലോചിച്ചിരുന്നാൽ ജീവിച്ചിരിക്കുന്നവർക്ക് വേറെ കാര്യമില്ലേ? കുറച്ച് ദിവസം കൂടി കാക്കണം. മത്സ്യഫെഡിന് എന്തെങ്കിലും സാമ്പത്തിക സഹായം കിട്ടുമോ എന്ന് വികാരിയച്ഛൻ ചോദിച്ചു പറയാന്ന് പറഞ്ഞു. കല്യാണ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുന്നു. കുറിയടിച്ച് ആൾക്കാരെയും ക്ഷണിച്ചു. നമ്മുടെ അവസ്ഥയെക്കുറിച്ച് ഇത്ര തിരിച്ചറിവില്ലേ അമ്മേ? ആഹാ, പെണ്ണിന്റെ നാക്കിന് ഇത്രയും നീളം വച്ചോ? നിങ്ങൾ ദേഷ്യപ്പെടണ്ട. പിതാവ് നഷ്ടപ്പെട്ട കുട്ടിയുടെ വേദനയായത്. വിവാഹപ്രായമെത്തിയ ഒരു പെണ്ണ് വീട്ടിലുള്ള അപ്പന്റെ അമ്മയുടെ അവസ്ഥ ചേട്ടന് മനസ്സിലാവില്ലേ? മാതാവിനെ ഓർത്ത് കുറച്ച് സാവകാശം തരണം. ഞാൻ എന്തെങ്കിലും വഴി കണ്ടെത്തിക്കോളാം. ഒരാഴ്ച, അതിനിടയ്ക്ക് തീരുമാനം ഉണ്ടായിക്കോണം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ എങ്ങനെയെങ്കിലും ഒന്ന് ഇടപെട്ട് ഈ കല്യാണം വേഗത്തിലൊന്ന് നടത്തി തരണം. അന്തോണി പോയതിനു ശേഷം ആ കുടുംബം വലിയ കഷ്ടത്തിലാ. ഞാനൊന്ന് ശ്രമിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഞാൻ മേരിയെ കാണാനിരിക്കുകയായിരുന്നു. ചെക്കൻ്റെ വീട്ടുകാർ ഇന്നും വന്ന് വഴക്കുണ്ടാക്കി വെച്ചോ. എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ ഞാൻ ഒരു വഴിയെ കാണുന്നുള്ളൂ അച്ഛാ. മേരി ഉടനെ തന്നെ മത്സ്യഫെഡ് ഓഫീസിൽ പോയി രേഖകൾ ഒപ്പിട്ട് കൊടുക്കണം. ഇൻഷുറൻസ് തുകയായ ചെക്ക് നാളെ അവര് മേരിയുടെ വീട്ടിൽ കൊണ്ടെത്തിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ മാതാവേ, സത്യമാണോ അച്ഛാ ഞാനീ കേൾക്കുന്നത്? ഈ നാട്ടിലെ പൊതുപ്രവർത്തകയും സ്ഥാപന പ്രതിനിധിയുമായ മത്സ്യത്തൊഴിലാളികളുടെ കണ്ണിലുണ്ണിയുമായ ശ്രീമതി ഗ്രേസി ജോൺ അവറുകളെ ഇൻഷുറൻസ് തുകയായ 10 ലക്ഷം രൂപ മേരിക്ക് കൈമാറുന്നതിന് വേണ്ടി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. സമാധാനമായിരിക്കൂ, മാതാവെല്ലാം പരിഹരിക്കും. പാഴിയും അന്ധകാരവും തൃണവൽക്കരിച്ച് ജീവിക്കുവാനായി കടലമ്മയോട് മല്ലിട്ട് അന്നന്നത്തെ അന്നത്തിനുള്ള വക കണ്ടെത്തുന്ന മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം എന്നും ഒരു വെല്ലുവിളി തന്നെയാണ്. മത്സ്യത്തൊഴിലാളികൾക്കായി മത്സ്യഫെഡിന്റെ അപകട ഇൻഷുറൻസ് പരിരക്ഷ ഒരു കരുതലും സുരക്ഷയുമാണ്.